വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. പ്ലീസ്, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടുന്ന് പോണം. ഡോക്ടർ നിരഞ്ജനോട് എനിക്ക് ബഹുമാനമുണ്ട്, ഒരുപാട് ബഹുമാനം. നിരഞ്ജന് ഈ യുദ്ധത്തിൽ ഗാലറി പാസ് മാത്രമാണുള്ളത്. കരക്കിരുന്ന് കളി കാണുന്ന ശീലം എനിക്കില്ല മാഡം. പടനിലങ്ങളിൽ ഇറങ്ങിയുള്ള ശീലമേ ഉള്ളൂ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർ പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ ഒപ്പം പൊരുതുക. മുറിവ് പറ്റും ഡോക്ടറെ, തുന്നിക്കെട്ടാനാകാത്ത മുറിവ്. ഏത് മുറിവും ഉണങ്ങാനുള്ള മരുന്ന് എനിക്കറിയാം. ജയശങ്കർ സാറ് വന്നല്ലോ. ഞാൻ കരുതി ഭയന്ന് നാട് വിട്ടെന്ന്. നഴ്സ് സീതാലക്ഷ്മിയെ പേടിച്ച് ഞാനെന്തിനു നാട് വിടണം? നിനക്ക് നല്ലത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിലെ ഏറ്റവും വലിയ നന്മയാണല്ലോ എന്റെ ഭർത്താവിന്റെ മരണം. വിധവയുടെ സങ്കടം എന്താണെന്ന് നിങ്ങളുടെ മകളെ ഞാൻ അറിയിക്കാം. നിരഞ്ജന്റെ ചില്ലിട്ട ഒരു പടം ഞാൻ തരാം. മായാരഞ്ജനയുടെ ചിത്രത്തിന് തൊട്ടപ്പുറത്ത് വെക്കാൻ. ശ്വാസമില്ലാതെ ജീവിക്കാൻ കഴിവുള്ളവളാ ഈ തങ്കച്ചി. ഇനി കത്തേണ്ട പട്ടടകൾ കത്തിച്ചിട്ടേ മടങ്ങൂ. എടോ ജയശങ്കറെ, പലിശ തീയതി മറക്കണ്ട, പിഴ കൊടുക്കാനുള്ള തീയതിയും. അതൊക്കെ കൃത്യമായിട്ട് വരും മാഡം. പോ പട്ടേരി വാ. തൃപ്തിയായല്ലോ നിങ്ങൾക്ക്? നിങ്ങളോ? ഡാഡിന്ന് വിളിക്കാൻ എനിക്ക് ലജ്ജയുണ്ട്. രഹസ്യക്കാരി അണീച്ചൊരുക്കി എഴുന്നള്ളിച്ചിരിക്കുന്നു ഉദ്ഘാടിക്കാൻ. മൃത സഞ്ജീവനി. എന്തായാലും ആദ്യ ദിവസം തന്നെ മൃത ആയല്ലോ. അക്ഷര, ആരോടാ സംസാരിക്കുന്നത് നീ? വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. അറിയാവല്ലോ, എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാനാവില്ല. നില തെറ്റി നിൽക്കുക ഞാൻ. സമനില തെറ്റി. നിങ്ങൾ എന്നെ നിയന്ത്രിക്കാൻ നോക്കണ്ട. മോളെ, നീ കരുതുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. സീതാലക്ഷ്മിയുടെ തങ്കച്ചിയെന്ന് സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു. മോളോ? ആരുടെ മോള്? ഒരു സത്യവാൻ, ഒരു ഹരിശ്ചന്ദ്രൻ. നിങ്ങൾക്ക് അപ്പച്ചി നൽകിയ വിശേഷണം തന്നെയാ കൃത്യം. കുറുക്കൻ. മാന്യതയുടെ ആട്ടിൻ തോലിട്ട കുറുക്കൻ. ഇതേ എന്റെ അമ്മയുടെ ആത്മാവിന്റെ ശാപമാ. അമ്മയുടെ ശാപത്തിന്റെ തീയാ നിങ്ങൾ എങ്ങനെ പൊള്ളിക്കുന്നത്? ഞാനിപ്പോ എന്തു പറഞ്ഞാലും നീ വിശ്വസിക്കില്ല. നിരഞ്ജനെങ്കിലും എന്നെ വിശ്വസിക്കണം. വിശ്വസിക്കാൻ ശ്രമിക്കാം, പക്ഷേ പലിശക്കടത്തിന്റെ വായ്ത്തലയിലേക്ക് കഴുത്ത് ചേർത്ത് വെക്കരുതെന്ന് എത്രയോ തവണ ഞാൻ സാറിനോട് പറഞ്ഞതാ. ഇതിപ്പോ വെറും ബ്ലേഡല്ല, കൊടും പകയുടെ ലേസർ ബ്ലേഡാ. സാറേ, സത്യത്തിൽ ജയശങ്കർ സാറ് നിരപരാധിയാ. സാറിന് ഒന്നും അറിയത്തില്ലായിരുന്നു. മിണ്ടരുത് താൻ. പണ്ട് കരണം പോകുന്ന ഓർമ്മയുണ്ടല്ലോ. എല്ലാ കള്ളത്തരത്തിനും ചുക്കാൻ പിടിച്ച് നിന്നിട്ട് ന്യായീകരണത്തിന് വന്നിരിക്കുന്നു.
ചെരിപ്പൂരി തല്ലും ഞാൻ. അക്ഷര, മാഡം പറയട്ടെ സാർ. വലിയ ചിരിയൊന്നും വേണ്ട സ്വാമി. വിശ്വസിച്ച് ഞാനും കുറെ കാലം കൂടെ കൊണ്ട് നടന്നതാ സ്വാമിയെ. ഈ കാര്യത്തിൽ സ്വാമിക്ക് പിഴവ് പറ്റി. പട്ടേരിയും തങ്കച്ചിയൊക്കെ ആരാണെന്ന് സ്വാമി അന്വേഷിച്ചറിയണമായിരുന്നു. അത് സ്വാമിയുടെ പിഴവ്. സാറ് ചെയ്ത സഹായം നന്ദി കേടിന്റെ രൂപത്തിൽ തിരിച്ചു വരുന്ന കരുതിയില്ല ഈ പാവം സ്വാമി. ഇനിയിപ്പം മറുമരുന്ന് കണ്ടെത്തിയേ പറ്റൂ. കണ്ടെത്തി മുറിവുണക്കി തുടങ്ങിക്കോ. വെട്ടുകളുടെ പരമ്പരയാ ഇനി വരാൻ പോകുന്നത്. നിങ്ങൾ വാ, രാജാവും മന്ത്രിയും കൂടി പടമുഖത്ത് നിന്ന് തോൽക്കാൻ വേണ്ടിയുള്ള അടുത്ത തന്ത്രങ്ങൾ ആലോചിക്കട്ടെ. നിങ്ങൾ വന്നേ. നീ ഒന്ന് സമാധാനപ്പെടക്ഷരെ. അവരുടെ ഇനിയുള്ള നീക്കങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് വേണ്ടത് ചെയ്യാം. എങ്ങനെ സമാധാനപ്പെടും? ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനേക്കാൾ ഭേദം സ്വയം ജീവൻ ഒടുക്കുന്നതല്ലേ? അക്ഷര, ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ തേടി നടന്ന ശത്രു എന്റെ മുന്നിൽ നേരിട്ട് വന്നിരിക്കുക. കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം പണിതവരുടെ മുഖം നഷ്ടപ്പെട്ടു. പക്ഷേ അവരുടെ ആ സീതാലക്ഷ്മിയുടെ വരവ് ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ നീ എന്ത് കരുതി? ഒരു അഭയാർത്ഥിയെ പോലെ നിന്റെ കാൽക്കൽ വന്ന് അടിയറവ് പറയുന്നു. ശത്രുക്കൾ എപ്പോഴും അങ്ങനെ. അവർ തന്ത്രങ്ങളും ആയുധങ്ങളും രാഗി മിനുക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് സിദ്ധാർത്ഥനെ ഒന്ന് കാണാം. എന്തിന്? ഒരു കേസ് ഫയൽ ചെയ്യണം. ആർക്കെതിരെ? സീതാലക്ഷ്മി തങ്കച്ചിക്കെതിരെയോ? അവർക്കെതിരെ മാത്രമല്ല, എന്റെ ഡാഡിയും കൂടി പ്രതി ചേർക്കണം.